ഹായ് ഓൾ. ഈ എക്സർസൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മാറ്റിലോ അല്ലെങ്കിൽ നിരപ്പായ തറയിലോ മുട്ടുകുത്തി ഇരിക്കുക. കൈപ്പത്തികൾ തറയിൽ അമർത്തി വെച്ച് മുന്നോട്ട് കുനിയുക. കൈകൾ തോളുകൾക്ക് നേരെ താഴെയും മുട്ടുകൾ ഇടുപ്പിന് നേരെ താഴെയും വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നമ്മളുടെ വിരലുകൾ നന്നായി വിടർത്തി വെക്കുക. നടുഭാഗം പരന്നതായിരിക്കണം. ടേബിൾ ടോപ്പ് പൊസിഷനിലേക്കാണ് ഇരിക്കേണ്ടത്. കൈമുട്ടുകൾക്കും കൈപ്പത്തികൾക്കും ഇടയിലുള്ള അകലം ശരിയാണെന്ന് ഉറപ്പാക്കുക. ഇനി നമ്മൾ കൗ പൊസിഷനിലോട്ട് വരികയാണ്. കൗ പൊസിഷനിലോട്ട് വരുമ്പോഴത്തേക്കും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇതിനോടൊപ്പം നമ്മളുടെ വയറ് തറയിലേക്ക് പതുക്കെ താഴ്ത്തുകയാണ്, ശ്രദ്ധിക്കുക. അതേസമയം നമ്മളുടെ നടുഭാഗം താഴേക്ക് വളച്ച് തലയും നമ്മുടെ ചെസ്റ്റും മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. നോട്ടം മുകളിലേക്കോ നേരെ മുന്നിലേക്കോ ആയിരിക്കണം. തോളുകൾ കാതുകളിൽ നിന്ന് അകറ്റി പിന്നിലേക്ക് വെക്കുക. ഇപ്പോൾ നട്ടെല്ലിന് ഒരു യു ഷേപ്പ് ആയിരിക്കും. ഇനി ക്യാറ്റ് പൊസിഷൻ എങ്ങനെയാണ്? പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വയറ് നട്ടെല്ലിലേക്ക് വലിച്ചടുപ്പിക്കുക, അതായത് വയറകത്തേക്ക് വലിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്പൈൻ മുകളിലേക്ക് ഒരു പൂച്ചയെ പോലെ ആർച്ചാകൃതിയിൽ ഇങ്ങനെ വളയ്ക്കുകയാണ്. തല പതുക്കെ താഴേക്ക് കുനിക്കുക. താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ബലം കൊടുക്കരുത്, പതുക്കെ മതി. ഇപ്പോൾ നമ്മളുടെ നോട്ടം എന്ന് പറയുന്നത് കാൽമുട്ടുകൾക്കിടയിലേക്ക് ആയിരിക്കണം. കൈകൾ നന്നായി അമർത്തി നടുഭാഗം പരമാവധി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, നട്ടെല്ലിനൊരു കുടയുടെ ആകൃതിയിലുള്ള വളവാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ആവർത്തിക്കുന്നത്? വീണ്ടും പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൗ പൊസിഷനിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ക്യാറ്റ് പൊസിഷനിലേക്ക് വരിക. ഈ ചലനം ഇങ്ങനെ വളരെ പതുക്കെയും ശ്വാസോച്ഛ്വാസവുമായി ഏകോപിപ്പിച്ച് ഒരു 5 മുതൽ 10 തവണ ചെയ്യുക.